പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ വിശദീകരിക്കുന്ന ദൈവത്തിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവമക്കൾക്കടുത്ത സ്ഥാനം നൽകി സദാ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ സുവിശേഷം പ്രഘോഷിക്കുന്നു. അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഉണ്ണീശോയും കണ്ട് അനുഗ്രഹം പ്രാപിച്ച ആട്ടിടയന്മാരെ പോലെ നന്മ ചെയ്യുവാൻ തിടുക്കമുള്ളവരായതുകൊണ്ട് ജീവിതത്തിൻ്റെ ദൈവിക ദർശനങ്ങൾക്കായി കാത്തിരിക്കുവാനും പരിശുദ്ധ അമ്മയെപ്പോലെ അനുദിന ജീവിതാനുഭവങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാനും ഈ പുതിയ മത്സരത്തിൽ നമുക്ക് കഴിയട്ടെ. ഏവർക്കും നവവത്സരാശംസകൾ നേരുന്നു. അജപാലന സമിതി അംഗങ്ങൾ ബഹുമാനപ്പെട്ട അൽഫോൻസ് അച്ഛനെയും സമസ്ത വിശ്വാസികളെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഭക്തിപൂർവ്വം നമുക്ക് വിശുദ്ധ ബലിക്ക് അണയാം.
നാളും വാണരുളുന്ന രാജാവിന് ജന്മം നൽകുന്ന പരിശുദ്ധ ജനനി നിനക്ക് സ്തുതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ യേശുവിൽ പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ 8-ാം ദിവസം ദൈവമാതാവിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സുദിനമാണ് ഇന്ന്. ദൈവിക മാഹാത്മ്യം സ്വന്തം ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ പരിശുദ്ധ അമ്മയെ വണങ്ങുവാനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്ന സുന്ദരമായ ദിവസം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വർഷത്തിന് നമ്മൾ വരവേൽക്കുകയാണ്. വരവേൽക്കുന്ന ഈ വർഷത്തിൽ നമുക്ക് ഒത്തിരിയേറെ പ്രതീക്ഷകളുണ്ട്, പ്രത്യാശയുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഈ പ്രതീക്ഷയും പ്രത്യാശയും സ്വപ്നങ്ങളുമൊക്കെ പൂവണിയണമെങ്കിൽ അത് ദൈവീകമാകണം. ദൈവികമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് ദൈവികമാക്കുവാനായിട്ടുള്ള കൃപ നമ്മുടെ ജീവിതത്തിൽ നേടണം. എല്ലാ കൃപകളും നേടിയവളാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് മാലാഖ പോലും ഇപ്രകാരം അവളോട് പറഞ്ഞത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ആ കൃപ തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച് ധന്യതയോടുകൂടി ലോകത്തുനിന്ന് ദൈവിക സന്നദ്ധയിലേക്ക് യാത്രയായി ആ അമ്മയെ ഒരിക്കൽ കൂടി ധ്യാനിക്കുവാനായിട്ടുള്ള മനോഹരമായ ജനുവരി 1 എന്ന് പറഞ്ഞ ദിവസം നമുക്ക് നൽകുമ്പോഴും ഏകദേശം 2-3 മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പ്രത്യേകമായൊരു സാഹചര്യത്തിൽ നമ്മൾ ഈ ബലി അർപ്പിക്കുമ്പോൾ ആ സാഹചര്യം ദൈവിക സന്നദ്ധയിലേക്ക് കൂടി ദൈവത്തിൻ്റെ മുമ്പിലേക്ക് തന്നെ നമുക്ക് സമർപ്പിക്കാം. മഹാമാരിയിലൂടെ ഏറെ പ്രത്യേകിച്ച് നമുക്ക് നിയന്ത്രിതമല്ലാത്ത, മനുഷ്യർക്ക് നിയന്ത്രിതമല്ലാതെ പോകുന്ന ഈ മഹാമാരിയെ നിയന്ത്രണ വിധേയമാക്കുവാൻ, ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ച് ജീവിക്കുവാൻ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സജീവമായ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഈ ബലി സമർപ്പിക്കുവാൻ അയോഗ്യതയായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ പാപകരമായ അവസ്ഥകളെയും ദൈവിക സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ നിമിഷം പാട്ട് പാടുമ്പോൾ, മനസ്താപത്തിൻ്റെ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധമായ തീർച്ചയായും നിങ്ങളുടെ മുമ്പിലേക്ക് തളിക്കുന്നതാണ്. അത് ദൈവ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ പാപകരമായ അവസ്ഥകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിർമ്മലമായി എൻ്റെ ഹൃദയത്തെയും ജീവിതത്തെയും വിശുദ്ധീകരിക്കണമേ എന്ന് കൂടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിച്ച് അപേക്ഷിക്കാം. ദിവരഹസ്യം തകതാവിരുക്കത്തോടുകൂടെ കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങളോർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം.
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം.
നിന്റെ ബലദായകമായ കന്യകാത്വം വഴി മനുഷ്യവർഗത്തിന് നിത്യരക്ഷയുടെ സമാനം പ്രദാനം ചെയ്ത ദൈവമേ, ജീവന്റെ ഉടയവനായ അങ്ങേ പുത്രനെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി അവൾ വഴി ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവളുടെ മാധ്യസ്ഥം അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള എന്നും ദൈവമായി ജീവിച്ചു വാഴും ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നും കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹ്റോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പൊതുവചന സങ്കീർത്തനം. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവ്വം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രനെ, ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വചനം ദൈവവചനം, തെറ്റിലടിയും ശ്രീ
സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ആട്ടിടയന്മാർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ശിശുവിൻ്റെ പരിച്ഛേദനത്തിലുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവർണങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യുമാറാകട്ടെ. യേശുവിൽ പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, പുതിയ വർഷത്തെ വരവേൽക്കുവാനായി പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുവാനായി ഇനിയും 2 മണിക്കൂറോളം നമ്മുടെ മുമ്പിലുണ്ട്. എങ്കിൽ പോലും നമ്മൾ പരസ്പരം നമ്മുടെ ഈ കൂട്ടായ്മയിൽ പുതിയ വർഷത്തെ നമ്മൾ ഈ അവസരത്തിൽ വരവേൽക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് തന്നെ ആ പുതുവർഷത്തെ വരവേൽക്കാം. തിരുമുല്ലാര ഇടവകയിലെ മക്കൾ പുതുവത്സരത്തെ വരവേറ്റിരിക്കുന്നു. രണ്ടാമതായി ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ ദേവമാതൃത്വ തിരുനാൾ കൂടി ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ സഭ അല്ലെങ്കിൽ ദൈവം തന്നെ ദൈവത്തിൻ്റെ മാതാവാക്കി മാറ്റിയ വലിയൊരു ദിവസത്തിൻ്റെ ഓർമ്മയാചരണം കൂടിയാണ്. അമ്മയ്ക്കും നമുക്കൊരു കൈ കൊടുത്ത് നമുക്ക് തിരുനാൾ ആശംസകൾ. എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളോടൊക്കെ ചോദ്യം ചോദിച്ചിട്ട് 1 വർഷത്തോളം ആകുന്നു. ഒരു ചോദ്യം ചോദിക്കുന്നത് തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, വലിയൊരു ആഹ്ലാദകരമായിട്ട് കാണുകയാണ്. ഒത്തിരി പേരെ കണ്ടു കിട്ടിയിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ ഒരു ചോദ്യമാണ് നിങ്ങളോട് പ്രത്യേകമായി ചോദിക്കാനായിട്ടുള്ളത്. ശരിക്കും ആ ചോദ്യത്തിന് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ഉത്തരം എനിക്ക് എന്നോട് പറയണം. 2020 അല്ലേ, 20നെ ശരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ടോ? 2020 എന്ന വർഷത്തെ ശരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ടോ? എന്താ പറഞ്ഞാൽ പറ. ഇല്ല. ശരിക്കും ഈ 2020 ഇപ്പോൾ നമ്മൾ ആ 2-3 മണിക്കൂറിൻ്റെ ഇടയിലാണ്. ഓർക്കണം, 2020 ഇല്ല. പണി വല്ലതും തന്നാൽ ശക്തമായ പണിയായി 2 മണിക്കൂറുടെ ബാക്കിയുണ്ട്. ഇല്ല എന്നൊക്കെ പറയുന്നത് സൂക്ഷിച്ചു വേണം. ഈ 2020 എന്ന വർഷത്തെ ശപിച്ചില്ലേ? നമ്മൾ ശപിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പറ. ആരും അങ്ങനെ ആഘോഷത്തോടൊന്നും ആലോചിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഉണ്ടോ? അങ്ങനെ ഒരു വാക്യം എനിക്ക് തോന്നുന്നു പ്രവാസികളിടയിൽ ഉണ്ടായതായി എനിക്ക് ഓർമ്മയുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് ഒമാൻ്റെയും സൗദിയുടെയും UAEയുടെയും ഒക്കെ എൻ്റെ കയ്യിലുള്ളപ്പോൾ അതിനകത്തൊരു വ്യക്തി ശപിച്ചുകൊണ്ട് ഒരു വാക്യം അതിനകത്ത് എഴുതി. പെട്ടെന്ന് അടുത്ത നിമിഷത്തിൽ മറ്റൊരു വ്യക്തി പറഞ്ഞു, ശപിക്കരുത്. ദൈവം തന്നതാണെങ്കിൽ ദൈവത്തിന് ഇതുമായിട്ട് ഒരു പദ്ധതിയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ഗ്രാവിറ്റി, ഈ മാരകമായ രോഗത്തിൻ്റെ ഗ്രാവിറ്റി ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ല. പുറത്ത് ജോലി ചെയ്യുന്ന, ഏറെ പ്രത്യേകിച്ച് കുടുംബമായിട്ട് ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയിലേക്ക് നമ്മൾ ഒരു നിമിഷമൊന്ന് കയറി ചെന്നാൽ നമുക്ക് മനസ്സിലാക്കും ഈ കോവിഡ് എന്ന മഹാമാരിയിലൂടെ കടന്നു പോകുന്നവരുടെ ജീവിതത്തിലൂടെ അവരെന്തൊക്കെ ശാപങ്ങളും അതുപോലെ ശാപവചസ്സുകളും നേട്ടങ്ങളും കോട്ടങ്ങളും അതിനേക്കാൾ ഉപരിയായിട്ട്
ദൈവത്തിൻ്റെ യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ച നിമിഷങ്ങളാണ് പ്രിയമുള്ളവരെ കോവിഡ്, ഈ മഹാമാരി. നമുക്കറിയാം, ഒരുപക്ഷെ ഗൾഫ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒത്തിരിയേറെ യുവാക്കൾ കുടുംബമായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ നമ്മുടെ ഈ അവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. ഇപ്പോഴും കുടുംബമായിട്ട് കഴിയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ആ കോവിഡ് ഒരുപക്ഷെ ലോക്ക്ഡൗണിൻ്റെ സമയമാണ്. ആർക്കും എങ്ങോട്ടും പുറത്തു പോകാൻ ഒരു രാജ്യത്തിലെ ഒരു നിയമവും അനുവദിക്കുന്ന അവസരമല്ല അത്. അപ്പോഴാണ് പെടുന്നനവെ ഭർത്താവിന് രോഗമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഭാര്യ. അപ്പോഴാണ് പൊടുന്നനവെ ഭാര്യയ്ക്ക് രോഗമുണ്ടെന്നറിയുന്ന ഭർത്താവ്. പെട്ടെന്നൊരു നിമിഷത്തിൽ തങ്ങൾ ജന്മം നൽകിയ മക്കൾക്ക് രോഗമുണ്ടെന്നറിയുന്ന മാതാപിതാക്കന്മാർ. പ്രിയമുള്ളവരെ, ഈ രോഗമുണ്ടെന്ന് പറയുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് ഒരു വാളാണ്, അസഹ്യമായ വേദനയാണ്. ഒരുമിച്ച് കുടുംബമായി കഴിഞ്ഞിരുന്ന മാതാപിതാക്കന്മാരും മക്കളും പെട്ടെന്ന് അവരെ വേർപെടുത്തി കൊണ്ടുപോകുന്ന നിയമവ്യവസ്ഥകൾക്ക് മുമ്പിൽ അനാഥമാക്കപ്പെടുന്ന ജീവിതങ്ങളുടെ കഥ ഈ വ്യക്തികളിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഒരുപക്ഷെ മാതാവിനോ പിതാവിനോ ഒക്കെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ മച്ചുറാണ്, അവർക്ക് കാര്യങ്ങൾ ക്രിയാത്മകമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അവരിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോകുന്ന നിയമപാലകർ വന്ന് വേർപെടുത്തി കൊണ്ടുപോകുന്ന ആരോഗ്യ പ്രവർത്തകർ വന്നുകൊണ്ട് വേർപെടുത്തി കൊണ്ടുപോകുന്ന മക്കളുടെ ഒരവസ്ഥയുണ്ട്. അതിനെ ഓർത്ത് വേദനിച്ച ഒത്തിരിയേറെ മാതാപിതാക്കന്മാരെ നേരിട്ട് അനുഭവമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ പ്രവാസികളുടെ കുടുംബ കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അത്രയൊന്നും ഗ്രാവിറ്റി ഒന്നും ഒരുപക്ഷെ നമ്മുടെ ഈ ഇടവക സമൂഹത്തിനോ അല്ലെങ്കിൽ ഈ നാട്ടിലോ നമുക്കൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഈ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, അവിടെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഓരോ ദിവസത്തെയും ശപിച്ച് അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും ഇങ്ങനെ കടന്നു പോകുന്നതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ശപിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു കൂട്ടത്തെ നമ്മൾക്ക് മുമ്പിലുണ്ടാകാം. ആ ശാപവാക്കുകൾക്ക് വ്യത്യസ്തമായി ദൈവവചനം കൊണ്ട് അവരെ വിശുദ്ധീകരിക്കുന്ന ചില വ്യക്തികളുണ്ടാവാം. കുടുംബം എന്ന രീതിയിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട്, നമുക്കറിയാം ലോക്ക്ഡൗൺ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാനും ഫ്ലൈറ്റില്ല, വാഹനമില്ല, ഒന്നുമില്ല, കുടുംബത്തിലാകുന്ന ഒരവസ്ഥ. മറ്റൊരു രാജ്യത്തിലാണ് നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാകുന്ന ഒരവസ്ഥ. ഇതൊക്കെ മനസ്സിൽ കയറിക്കൊണ്ട് ആ മാതാപിതാക്കന്മാർ മക്കളെ പ്രതി അവിടെ ജീവിക്കാൻ ഇപ്പോഴുമുണ്ട്. പ്രത്യേകമായ അതിതീവ്രമായ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പോലും ഇപ്പോഴും ഒരു വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ കഴിയുന്ന മക്കളുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും നമുക്കുണ്ടായിട്ടില്ല. ഞാൻ ഈ പറയുന്നത്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിലനിന്ന കുടുംബങ്ങളുടെ മാഹാത്മ്യവും ചരിത്രവും ഈ കോവിഡ് കാലത്ത് നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൽ സന്ദേശമായി മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്: ആട്ടിടയന്മാർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടന്ന ശിശുവിനെയും കണ്ടു എന്നാണ്. ദൂതൻ ഈ ആട്ടിടയന്മാരുടെ ജീവിതത്തിലേക്ക് ദൂത് കൊടുത്തു. ആ ദൂത് ആട്ടിടയന്മാർ സ്വീകരിച്ച മാത്രയിൽ ആ ദൂത് എന്താണെന്ന് മനസ്സിലാക്കാൻ സന്ദേശവാഹകരായ ആ ദൂത് സ്വീകരിച്ചുകൊണ്ട് ആട്ടിടയന്മാർ ആ സ്ഥലം തേടി യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെടുന്നത് ഒരു വിശ്വാസത്തിന്റെ ബലത്തിലാണ്, വെറുതെ ഒന്നുമല്ല. മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ്: അവരുടെ ആ ആട്ടിടയന്മാരുടെ ജീവിതത്തിൽ എല്ലാമായിരുന്ന ആടുകളെ ഉപേക്ഷിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ നമ്മളോട് പറയുന്നില്ല ഞാൻ വരുന്നിടം വരെ നീ നോക്കണമെന്നൊന്നും പറയുന്നില്ല, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ജീവിത സാഹചര്യത്തിലേക്ക് തങ്ങൾക്ക് നൽകപ്പെട്ട സന്ദേശവുമായി ആ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കടന്നു പോകുന്ന ആട്ടിടയന്മാര്. അതിനുശേഷം ആട്ടിടയന്മാര് ഈ പുൽത്തൊട്ടിയിൽ കിടന്ന മറിയത്തെയും ജോസഫിനെയും ശിശുവിനെയും കണ്ടതിന് ശേഷം ആ സംഗതികളെക്കുറിച്ച് ഇടയന്മാർ മറ്റുള്ളവരോട് പറഞ്ഞു. നോക്കുക, ഈ ദൈവം പിറന്നു എന്ന പ്രത്യക്ഷമായ ആ സന്ദേശവാഹകരായി വാഹകരുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവരെ സ്വീകരിച്ച് അങ്ങനെ പടർന്ന് പന്തലിച്ച് കടന്നു പോകുന്ന ഈ ദൈവത്തിൻ്റെ സന്ദേശവാഹകരായി മാറേണ്ടുന്നവരാണ് ഏതൊരു കാലഘട്ടത്തും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആട്ടിടയന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ,
ഒത്തിരിയേറെ ദൂരം അവർ യാത്ര ചെയ്യണം. അവരുടെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ആ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ ബലത്തിൽ ഉണ്ണിയേശുവിനെയും മാതാവിനെയും യൗസേപ്പിതാവിനെയും കാണുവാൻ വേണ്ടി യൂദയായിലെ ബെത്ലഹേമിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇടയന്മാർ, ആ സന്ദേശം അവർ നേരിൽ കണ്ട് അനുഭവിച്ച് തിരിച്ച് യാത്ര പുറപ്പെടുമ്പോൾ ആ സന്ദേശം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന ഇടയന്മാർ. പ്രതികൂലമായ സാഹചര്യങ്ങളുടെ ജീവിതത്തിൻ്റെ നടുവിലും നമ്മുടെ ജീവിതത്തിൽ ഒരേ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. നിന്റെ ദൈവത്തെക്കുറിച്ചുള്ള പ്രഘോഷണം ആ സമയത്ത് നീ നടത്തുക. നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് നീ പ്രഘോഷണം നടത്തുക. നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്ദേശ ദൂതായി വാഹകരായി നീ നിന്റെ പ്രതികൂലമായ സാഹചര്യത്തിലും നീ ഇറങ്ങി പുറപ്പെടണമെന്നുള്ള വലിയൊരു സന്ദേശത്തിൻ്റെ സദ്വാർത്തയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ കന്യകാമറിയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ വ്യത്യസ്തമായി ജീവിക്കുവാനായിട്ടുള്ള വലിയൊരു പ്രവാചക ശബ്ദമായി പരിശുദ്ധ അമ്മ നമുക്ക് മാറുകയാണ്. ദൈവത്തിൻ്റെ പുത്രിയായി, ദൈവത്തിൻ്റെ അമ്മയായി ഈ ലോകത്തിലേക്ക് വിരാജിക്കുവാനായി എളിമയുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായി മാറിയ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം നമുക്കെന്നും മാതൃകയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുവാനിരിക്കുന്ന നല്ലൊരു പ്രഭാതവും നല്ലൊരു വർഷവും നമുക്ക് സമ്മാനിക്കുവാൻ ദൈവം ഇരു കരങ്ങളിൽ നീട്ടി കാത്തിരിക്കുകയാണ്. ആ നീട്ടപ്പെടുന്ന ആ വർഷത്തെ 365 ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നയിക്കപ്പെടണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഈ 2019 കഴിഞ്ഞിട്ട് 20 ആയപ്പോഴത്തേന് കോവിഡ് എന്ന മഹാമാരി നമ്മൾ സ്വീകരിച്ചു. ഇപ്പോൾ നമ്മുടെ 2021 നമ്മൾ കയറി പോകുമ്പോഴും 2020 സമ്മാനിക്കുന്നത് കോവിഡല്ല, അതിതീവ്ര കോവിഡാണ്. അപ്പോഴും നമുക്ക് മുമ്പിലുള്ളത് ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ നമുക്ക് ആവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ സജീവമായ സാന്നിധ്യം നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമുക്ക് എഴുന്നേറ്റ് നിർത്തി നമ്മുടെ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ.
പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രക്ഷകരായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായി കാലയളവിൽ നമ്മുടെ സൽപ്രവൃത്തികളിലല്ല, മറിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് യാചനാ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സത്യപ്രകാശമായ യേശുനാഥ, തിരുസഭയെ സദയം കടാക്ഷിക്കണമേ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും അഭിവന്ദ്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും അനുഗ്രഹിക്കണമേ. എല്ലാറ്റിനും ഉപരിയായി ദൈവഹിതം അന്വേഷിക്കുവാനും അങ്ങേ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന സമൂഹമായി വളർന്നു വരുവാനും തിരുസഭയെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഇടവക കുടുംബത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട അൽഫോൻസച്ചിനെയും അങ്ങേ കരതാരിൽ സമർപ്പിക്കുന്നു. 2020 ആണ്ടിൽ ദേവാലയം എന്ന സ്വപ്നം ഞങ്ങൾക്കായി പൂർത്തീകരിച്ചു നൽകിയ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒന്നിച്ചു നിന്നുകൊണ്ട് എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളിലും ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ദർശിക്കുവാനുതകുന്ന വിശ്വാസ ചൈതന്യം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാലത്തിൻ്റെയും സമയത്തിൻ്റെയും അധിനാഥനായ ദൈവമേ, ഓരോ ദിവസവും അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കൃപാവരങ്ങൾക്ക് ഞങ്ങൾ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അടുത്ത ഒരു വർഷം മാനവരാശിക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാകുവാൻ കൃപ ചെയ്യണമേ. നവമായൊരു ചൈതന്യം എല്ലാവരിലും നിറയ്ക്കണമേ. ദൈവമേ, കരുണാമസൃണമായ സ്നേഹസ്പർശനത്താൽ ഈ ലോകത്തെ സർവ്വരോഗപീഠകളിലും നിന്ന് സംരക്ഷിച്ച് ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ കാണുവാനുള്ള ഭാഗ്യം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷാകര സ്നേഹമായി പുൽക്കൂട്ടിൽ അവതരിക്കുവാൻ തിരുമനസ്സായ സ്നേഹ ചൈതന്യമേ, പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളോടൊപ്പമുള്ള അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തുവാനും അമ്മയുടെ മാതൃകയും മാധ്യസ്ഥവും മാർഗദീപമാകുവാനും ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ അതിനാഥനായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ എല്ലാ ആത്മാക്കൾക്കും നിത്യവിശ്രാന്തിയും മോക്ഷാനന്ദ ഭാഗ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വ്യക്തിപരമായ നമ്മുടെ എല്ലാ അങ്ങയോടും ദൈവിക സന്നിധിയിൽ നമുക്കൊരു നിമിഷം സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായവനെ സംഭവിക്കുവാൻ അർഹയായ കന്യകാമറിയം അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. പൂക്കളും തിരുമുൻപിൽ
സഹോദരരെ, നിങ്ങളുടെ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ കാരുണ്യത്താൽ അങ്ങെല്ലാ നന്മകളും ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നവനോ, പരിശുദ്ധ ദൈവമാതാവിന്റെ മഹോത്സവത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ കൃപയുടെ ആരംഭത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന പോലെ തന്റെ പൂർത്തീകരണത്തിലും ആനന്ദിക്കുവാനിടയാക്കുന്നത് കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു.
കേൾക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും മാർഗരാക്കി തീർത്തതിനാൽ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട്, ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോളാൻസിന് മിത്രാനോടും വൈദിക ഗണത്തോടും മറ്റ് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു പുതിയൊരു പ്രഭാതം, പുതിയൊരു വർഷം നമുക്ക് സ്വീകരിക്കുവാനായിട്ട്. നമ്മുടെ ഈ കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പമായിരുന്ന വ്യക്തികൾ ദൈവിക സംഘത്തിലേക്ക് യാത്രയായിട്ടുണ്ടെങ്കിൽ ആത്മാക്കളിൽ നമുക്കൊരു നിമിഷം ഓർക്കാം, പ്രാർത്ഥിക്കാം. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായും ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ സ്നാപിയവനാനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനാകട്ടെ. മക്കളായ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസ്ഥലത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കാം. പാപ
പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള സമയമാണ്. സ്വീകരിക്കുന്നവർ ദയവ് ചെയ്ത് കർത്താരുടെ മുമ്പിലേക്ക് തന്നെ വരണം. വരുമ്പോൾ ദയവ് ചെയ്ത് ഇടത് കൈയിൽ തന്നെ കൈപ്പത്തിയിൽ തന്നെ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കൈപ്പത്തിയിൽ കൊന്തയോ കൈലേശോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി പിടിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടത് കരത്ത് സ്വീകരിച്ച് വലത് കൈകൊണ്ട് നാവിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നേഹവും നീകുന്ന ജീവനും പറയാൻ എത്ര നീകുന്ന സ്നേഹവും നീകുന്ന ജീവനും പറയാൻ വയ്യത്ര സുന്ദരം
ദൈവമാതൃ തിരുനാളിൻ്റെയും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുകയാണ്. രാവിലെ 7:30 മണിക്ക് ഈ ദേവാലയത്തിൽ ബലി ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ദേശത്ത് 1-2 അനാഥ മന്ദിരങ്ങളുണ്ട്. ഏറെ പ്രത്യേകിച്ച് SS സമിതിയും അതേപോലെ കോയിവിളയിലെ അഭയ കേന്ദ്രവും. കേൾക്കാമോ? 2 അഭയ കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും കോവിഡാണ്. കോയിവിളയിലെ അഭയ കേന്ദ്രത്തിലും SS സമിതി, കൊട്ടിയത്ത് വയനാടത്തെ SS സമിതിയിലെ അംഗങ്ങൾക്കും കോവിഡാണ്. അപ്പോൾ അവർക്ക് ഏകദേശം 1 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ ചിലവ്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അവരെ സഹായിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കാം സാമ്പത്തികമായിട്ട്. അതല്ല, സാധനങ്ങൾ വഴി അവരെ സഹായിക്കാം. അരിയോ മറ്റു അനുബന്ധ പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ സഹായിക്കാവുന്നതാണെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. എനിക്ക് ഈ വിളി വന്നത് നമ്മുടെ ഇവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് അവിടെ നേരിട്ട് വന്ന മറിച്ച് POC ഒരച്ഛൻ നേരിട്ട് വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനായിട്ടാണ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. അതേപോലെ തന്നെ നമ്മുടെ ഇടവകയ്ക്കും പ്രത്യേകമായ ഒത്തിരിയേറെ അനുബന്ധ നിയോഗങ്ങളുണ്ട്. ആദ്യത്തെ നിയോഗം ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നത് പോലെ നമുക്ക് ബെഞ്ചാണ്. വാർദ്ധക്യം ചെന്നവരും രോഗികളായിട്ടുള്ളവർക്കുമൊക്കെ നിലത്തിരിക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവരെ പ്രത്യേകമായ ഇരിപ്പിടത്തിൽ പാർപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യം മനസ്സിലാക്കിയിട്ടാണ് ബെഞ്ച് നിർമ്മിക്കുവാനായിട്ട് നമ്മൾ ഒരുമ്പെട്ടത്. ഏകദേശം 10-25ഓളം ബെഞ്ചുകൾക്ക് ഇപ്പോൾ നിലവിൽ സാമ്പത്തികമായിട്ടുള്ള സഹായം നമുക്ക് നൽകിയിട്ടുണ്ട്. ഏകദേശം 42ഓളം ബെഞ്ച് നമുക്ക് നമ്മുടെ ദേവാലയത്തിൽ ഇടണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള സാമ്പത്തിക സഹായം കഴിവിൻ്റെ പരമാവധി ആർക്കെങ്കിലും നൽകുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ മാസം, അതായത് ഈ വർഷം ആദ്യത്തെ മാസത്തിൽ തന്നെ നമുക്ക് ദേവാലയത്തിൻ്റെ പകുതി ഭാഗം വരെയെങ്കിലും ബെഞ്ച് ഇട്ട് നമുക്ക് കൃത്യതയോടുകൂടി നമ്മുടെ വാർദ്ധക്യം ചെന്ന മാതാപിതാക്കന്മാരെയും രോഗികളായിട്ടുള്ള സഹോദര സഹോദരന്മാരെയൊക്കെ ഇരുത്തി ദീപബലി അർപ്പണത്തിൽ അവരെ പങ്കുചേർക്കുവാനായിട്ട് സാധിക്കുമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. എല്ലാവരുടെയും നിസ്സീമമായ സഹകരണമാണ് എനിക്ക് നിങ്ങളോട് ഈ ബലി ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാനായിട്ടുള്ളത്. കണക്കുകളൊക്കെ നമ്മളിപ്പോൾ CA ഓഡിറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണക്കുകൾ വന്നു കഴിയുമ്പോൾ വ്യക്തമായിട്ട് ഓരോന്നും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതേപോലെ തന്നെ ഈ കണക്കുകൾ നോക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അഭിമന്യ പിതാവ് നിക്ഷിപ്തമായിരിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ രൂപതയിൽ നിന്ന് വരെ വരും. അവർ കണക്കുകൾ നോക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കണക്ക് CA ഓഡിറ്റിന് കൊടുത്തിട്ടുണ്ട്. ഓഡിറ്റിന് കൊടുത്ത് നൽകപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊതുയോഗം, അജപാന സമിതി, ധനകാര സമിതി, അജപാന സമിതി, പൊതുയോഗം, നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളെല്ലാം വിളിച്ച് ക്രമപ്പെടുത്തിയതിനു ശേഷമായിരിക്കും പൊതുജനങ്ങളായി നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയെന്ന് പ്രത്യേകം അറിയിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നേ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നന്മയോടുകൂടി നേരുന്നു. നല്ലൊരു വർഷം ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ നിവർത്തിതമാക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സമാപന പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. കർത്താവേ, സ്വർഗീയ ദൂതാംശങ്ങൾ ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചുവല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തെ അങ്ങേ പുത്രന്റെ മാതാവ് സഭയുടെ അമ്മയുമായി പ്രകീർത്തിക്കുന്ന അഭിമാനത്തോട് ഞങ്ങളെ അങ്ങ് ജീവിതത്തിലേക്ക് നയിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഭാഗ്യം